പ്രകൃതി വിരുദ്ധന്മാരുടെ താവളമായ സെമിനാരിയിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട ബ്രദറിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ആ അച്ഛൻ നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ എന്താണ്? മക്കളെ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സഭ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തു ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ആ അച്ഛൻ പറയുന്നത് എന്താണെന്നറിയാമോ? അടുത്തുള്ള വീട്ടിലെ പെണ്ണിന്റെ തൊട, അല്ലെങ്കിൽ അവളുടെ മറ്റേ ഈ ബ്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അച്ഛൻ സംസാരിക്കുന്നത്. ഈ പുള്ളിക്കാരനോട് ഞാൻ കുമ്പസാരിച്ചത് ഈ പുള്ളിക്കാരൻ അത് ഓർത്തു വെച്ചു, മനസ്സിലായോ? എന്നിട്ട് അതേപോലെ എന്നോട് പെരുമാറി. അതായത് ഞാൻ ലീവിന് പോകുമ്പോൾ എന്നെ വിളിക്കുക, എന്തിനു പറയുന്നു? ഓപ്പൺ ആയിട്ട് പുള്ളി എന്നോട് ഫോൺ ചെയ്ത് ഞാൻ ലീവിന് വന്നിരിക്കുക, പക്ഷെ എന്റെ നമ്പർ എങ്ങനെയോ തപ്പിപ്പിടിച്ചെടുത്ത് കിട്ടിയിട്ട്, അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ കൂടെ ഉള്ളവർ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ഈ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ലീവിന് വന്നിരിക്കുമല്ലേ, നീ എന്റെ ഇവിടെ ഹൗസിലോട്ട് വാ, എനിക്ക് നിന്നോട് കിടക്കണം, കെട്ടിപ്പിടിക്കണം. അപ്പം ഇവൻ ചോദിച്ചു, ആ ബ്രദറിനോട് ചോദിച്ചു, ബ്രദറെ, നിങ്ങൾ ഇങ്ങനെ ഒരു സെമിനാരിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അച്ഛനാവാൻ വേണ്ടി പഠിക്കുന്ന ഒരു വ്യക്തിയല്ലേ, അപ്പൊ എന്താണ് ഇങ്ങനത്തെ ചിത്രമൊക്കെ വരയ്ക്കുന്നത്, അത് മോശമല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം വെച്ചാൽ കലാകാരന്മാർക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല, അവർക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം, ശരി തന്നെയാണ്. അത് മുതലാക്കി ഇവന്റെ അവിടെ കയറി പിടിച്ചു. അപ്പൊ വന്ന് കാണുന്ന കാഴ്ച, ഈ ബ്രദർ ഇവനെ കെട്ടിപ്പിടിച്ച് കട്ടിൽ കിടക്കുന്നതാ. ആ പുള്ളിക്കാരി എന്തായാലും നല്ലൊരു സ്ത്രീ ആയതുകൊണ്ട് പള്ളിയിൽ വന്നത് പ്രശ്നമാക്കി. അവിടുത്തെ സുപ്പീരിയറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ, സുപ്പീരിയർ ഈ പറഞ്ഞ പോലെ കേട്ടു എന്നല്ലാണ്ട് ഈ പുള്ളിനെ ഒരു ആക്ഷൻ എടുത്തില്ല, പുറത്താക്കിയതുമില്ല, മനസ്സിലായോ? പക്ഷെ ഇപ്പം സുനിലേട്ടാ, എവിടെ വേണമെങ്കിലും അച്ഛന്മാരുടെ കുളിമുറിക്കകത്ത് വേണമെങ്കിലും ആൾക്കാർക്ക് കയറാം, മനസ്സിലായോ? നമ്മളത് ചോദിക്കുമ്പോ എന്താ പറയുന്നത് അറിയുമോ? സോഷ്യൽ മെന്റാലിറ്റി. അതായത് നമ്മളെല്ലാവരും ദൈവത്തിനെ പോലെ നമ്മളെല്ലാവരെയായിട്ടും മിങ്കിൾ ചെയ്യണം, മനസ്സിലായോ? അപ്പൊ കട്ടിൽ പിടിച്ച് കിടത്തിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താ, നമുക്ക് പറയാലോ, ദൈവത്തിന്റെ സ്നേഹമാണ് ഞാൻ കൊടുക്കുന്നതെന്ന് പറയാം. അങ്ങനെയാണ് സുനിലേട്ടാ, ശരിക്കും പറയാലോ. പിന്നെ ഈ പുള്ളിക്കാരന്റെ ചാറ്റൊക്കെ മാറി, രാത്രി കാലങ്ങളിലായി ചാറ്റിങ്. ഈ സിസ്റ്റർ എനിക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അത് ഇപ്പോഴും എന്റെ ഫോണിൽ കിടപ്പുണ്ട്. എന്റെ ബനാന ഹൗ ഇസ് മൈ ബനാന എന്ന് പറഞ്ഞിട്ട്. കത്തോലിക്ക സഭയുടെ കപ്പുച്ചൻ വിഭാഗത്തിൽ വൈദികനാകാനായി പോയി 7 വർഷം കഴിഞ്ഞപ്പോൾ സെമിനാരിക്കുള്ളിൽ നടക്കുന്ന ആഭാസതരങ്ങൾ സഹിക്കവയ്യാഞ്ഞ് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട തൃശൂർ സ്വദേശിയായ ബ്രദർ ടോമി i2 ന്യൂസിനോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ കേൾക്കുക. കുമ്പസാര രഹസ്യം മനസ്സിലാക്കി സ്വർഗഭോഗത്തിന് വിളിക്കുന്ന സീനിയർ പാതിരിമാർ, വീടുകളിൽ വരെ തേടിയെത്തുന്ന സ്വർഗാനുരാഗികൾ, ഇവന്മാരാണ് കൂതാശകൾ നടത്തി മുണ്ണകളെ അങ്ങ് സ്വർഗത്തിലേക്ക് വിടുവാൻ ഇടയ്ക്ക് കയറി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്ത് ചെറ്റത്തരം കാണിക്കുവാനുമുള്ള മറയായ ഈ നാറിയ ലോഹ വിശ്വാസികൾ തന്നെ ഊരിമേടിച്ച് കത്തിച്ചു കളയേണ്ട സമയം അതിക്രമിച്ചു കളഞ്ഞില്ലേ? ഇത്തരം തുറന്നു പറച്ചിലിന് ധൈര്യം കാണിച്ച ടോമിക്ക് i2 ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ. i2 ന്യൂസിന്റെ പ്രവർത്തനങ്ങൾ ബലം കാണുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനി ടോമിയുടെ ആ വെളിപ്പെടുത്തൽ കേൾക്കാം. ഹലോ സുനിലേട്ടാ, എന്റെ ഒരു ടോമിന്നാ. ഞാൻ മറ്റേ കൃപാസനമില്ലേ, കൃപാസനത്തിന്റെ വീഡിയോസ് കുറച്ച് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വിചാരിക്കും വിളിക്കണമെന്നുള്ളത്. ഞാനൊരു സെമിനാരി സ്റ്റുഡന്റ് ആയിരുന്നു, ഞാൻ കപ്പുച്ചിനായിരുന്നു, ഞാൻ ലാറ്റിൻ കാത്തലിക്. എന്റെ ഒരു ടോമി. അപ്പൊ ചേട്ടാ, ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കൃപാസനത്തിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. അതായത് ഇവര് കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എനിക്ക് എന്റെ ഈ പറഞ്ഞ പോലെയുള്ള 2-3 വീഡിയോസ് ഒക്കെ കാണുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാല് ചേട്ടനെ ഒന്ന് വിളിക്കണം, കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ സെമിനാരി ഉണ്ടായിരുന്നതാണ്, ഞാൻ ഫിലോസഫി വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. സെമിനാരി വിടാൻ കാരണം ഒന്നാമത്തേന്ന് വെച്ചാൽ ആ സമയത്ത് എന്റെ അമ്മ മരിച്ചു. അപ്പൊ ആ ഒരു ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും, പിന്നെ സെമിനാരിക്കകത്തുള്ള കുറെ കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും വീർപ്പ് മുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഞാൻ സഭയോടും കൂടെ എന്റെ ഹൗസിലുള്ള ആരോടും പറയാണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ കപ്പൂച്ചിനായിരുന്നു. എത്ര വർഷം സെമിനാരി നിന്നു? ഞാനൊരു 7 കൊല്ലമെങ്കിലും. അതായത് ഞാൻ സിവിലെല്ലാം കഴിഞ്ഞിട്ട്, സിവിൽ എഞ്ചിനീയർ ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെമിനാരി പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഇത് കിട്ടുമല്ലോ. സ്വന്തം ഇഷ്ടത്താലാണോ അതോ വീട്ടുകാരുടെ നിർബന്ധത്താലാണോ? നേർച്ച വല്ലതും ആയിരുന്നോ? അയ്യോ, ഇല്ല. അത് എന്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ കയറിയതാ. എന്റെ ഒരു ഇഷ്ടത്തിന് കയറിയിട്ട് ഈ പറയുന്ന പോലെ ഞാൻ തന്നെ ഇറങ്ങിയെന്നേ പറയാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ജീവിതമാണോ സെമിനാരിക്കകത്ത്? ഒരിക്കലുമല്ല. ഇതെല്ലാം പറയാൻ വേണ്ടിയാണ് ഞാൻ ചേട്ടനെ വിളിച്ചത്. കാരണം വെച്ചാൽ എന്റെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലവർക്കെങ്കിലും അതൊരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ട് ഇതിൽ നിന്നുള്ള ഈ പണ്ടാരം പിടിച്ച കുറച്ച് കാര്യങ്ങളിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്നല്ല കേട്ടോ ഞാൻ പറയുന്ന, ഒരിക്കലും കർത്താവിനോടും മാതാവിനോടുള്ള ഇത് വെച്ചിട്ടല്ല ഈ പറയുന്നത്. അതായത് ഇവരുടെ പേരിൽ നടത്തുന്ന കുറച്ച് വൈദികർ,
അവര് ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ വിശ്വാസികളെ തട്ടിപ്പും വെട്ടിപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ പേടിപ്പിക്കുക. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ സെമിനാരി ഉണ്ടായ സമയത്ത് ഞാൻ ഹാബിറ്റ് സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. അതായത് ഈ പറയുന്ന ലോഹ ഇട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഇട്ട് ആ സമയത്ത് ഈ ആലപ്പുഴയിലുള്ള എന്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദേഴ്സിന്റെ വീട്ടിൽ പോയ സമയത്ത് ഒരു ഇടവകയിൽ പോയി ആ അച്ഛൻ കൊണ്ടുപോയതാണ്. ആ അച്ഛൻ കൊണ്ടുപോയത് കൃപാസനത്തിൽ പോയതല്ല കേട്ടോ. ആ വഴിക്കൊന്ന് പോയപ്പോഴത്തേനും അച്ഛൻ ഒരു വ്യക്തിനെ അവിടെ കാണണമെന്നുണ്ടായിരുന്നു. കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. അകത്ത് കയറിയിട്ടില്ല, പുറത്ത് വെച്ച് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം സുനിലേട്ടാ, ഈ കൃപാസനം മാതാവ് എന്നും പറഞ്ഞിട്ട് ഇരിക്കുന്ന ഞാൻ സത്യം പറഞ്ഞ ആരോട് സംസാരിച്ചാലും അതൊരു സ്ത്രീയാണെന്ന് മാത്രമേ പറയാറുള്ളൂ. അതൊരു മാതാവാന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. കാരണം എന്റെ ഉള്ളിൽ പോലും എനിക്കതൊരു മാതാവായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഏത് മാതാവ് അല്ലെങ്കിൽ ഏത് ദൈവം വന്നിട്ടാണ് ഉടമ്പടി പൈസ കൊടുത്ത് ചെയ്യണമെന്ന് പറയുന്നത്? സുനിലേട്ട ഈ പറയുന്ന പോലെ ഈ കേൾക്കുന്ന ആരും ആയിക്കോട്ടെ, ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ നിയമത്തിലാണ് നമ്മൾ ഉടമ്പടിയെ കുറിച്ച് വായിക്കുന്നത് അല്ലെ? പുതിയ നിയമത്തിൽ ഉടമ്പടി എന്ന് പറയുന്നത് യേശു ക്രിസ്തു വന്നതിന് ശേഷം നമ്മൾ യേശുവായിട്ട് ചെയ്ത ഉടമ്പടിയാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഉടമ്പടി മെയിൻ ആയിട്ട് എന്താണ്? നമ്മൾ തിരു ശരീരവും തിരു രക്തവും സ്വീകരിക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉടമ്പടി എന്ന് പറയുന്നത്. ഇനി വന്നിട്ട് ഒരു മാതാവ് എന്നും പറഞ്ഞിട്ട് വന്ന് ആ മാതാവിന്റെ കീഴിൽ പൈസ കൊടുത്ത് ഒരു ഉടമ്പടി സ്വീകരിച്ച് അതിന്റെ എണ്ണയും ലോക്കറ്റും കിട്ടുന്ന സുഗന്ധദ്രവ്യങ്ങളും അതും ഇതെല്ലാം കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് പൈസ കൊടുത്ത് മേടിച്ചു കൊടുക്കുക. അപ്പൊ ഇത് ഈ പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ എന്ന് പറയുന്ന സുനിലേട്ടാ ഏറ്റവും കൂടുതൽ പഠിപ്പും വിദ്യാഭ്യാസവും അറിവുമുള്ള ആൾക്കാരാണ്. ഈ ആൾക്കാരെ തന്നെയാണ് ഈ വൈദികർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള മുണ്ണകളെന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അതെ 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 സുനിലേട്ടാ. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ചില വീഡിയോസ് കാണുമ്പോൾ എനിക്ക് 100% ഞാൻ യോജിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? സെമിനാരി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കണ്ട അതിനൊരു സാക്ഷി ഞാൻ പറഞ്ഞുതരാം സുനിലേട്ടാ. ഇതൊരു പറ്റിപ്പാണെന്ന് പറയാൻ കാരണം, ഈ സുനിലേട്ടൻ തന്നെ ഒന്ന് ഓർത്തു നോക്കിക്കോ, ഏതൊരു വൈദികനും സ്റ്റേജിലും മൈക്കും ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ അവർ സുഖപ്പെടുത്തൂ. മനസ്സിലായോ? എത്രയോ പാവപ്പെട്ട കോടിക്കണക്കിന് ആൾക്കാർ എത്രയോ ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട് സുനിലേട്ടാ. പോട്ടെ, ഈ ആലപ്പുഴ ഈ കൃപാസനം എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ അച്ഛന്റെ കീഴിൽ തന്നെ അവിടെ എത്രയോ കുടുംബങ്ങളുണ്ട്, പാവപ്പെട്ട കുടുംബങ്ങൾ. ഈ അച്ഛന്റെ അടുത്ത് വന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അച്ഛന് എന്തും മാതാവിനോട് പറഞ്ഞ ആ പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുത്തൂടെ? അത് നടക്കൂല. ഇവിടെ വന്ന് പൈസ കൊടുത്ത് ഉടമ്പടി എടുത്താലേ പറ്റത്തുള്ളൂ. അത് നടക്കില്ല. അപ്പൊ ഇങ്ങനെ പോകുന്ന ഇപ്പൊ സുനിലേട്ടൻ പറയുന്ന ഈ പറയുന്ന ആൾക്കാര് ഈ കൃപാസനം എന്നും പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് പോകുന്ന ആളുടെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നില്ല? ഇവർക്ക് ഈ മൈക്കും ക്യാമറയും സ്റ്റേജും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് സുഖം വരൂ. പക്ഷേ അല്ലെ ആലപ്പുഴ അവിടുത്തെ ജനറൽ ആശുപത്രിയിലോട്ട് ഇയാൾക്കൊന്ന് കയറി ചെല്ലാൻ പറ്റുമോ? അല്ലെ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുക്കാവോ? എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? എന്റെ മെയിൻ ആഗ്രഹം സെമിനാരി നിന്ന് ഞാനൊരു വൈദ്യനായി കഴിഞ്ഞാൽ ഈ സഭയ്ക്ക് ഉള്ളിൽ നടക്കുന്ന കുറെ കൊള്ളരുതായ്മ എനിക്ക് പുറത്തു കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലായോ? കാരണം വെച്ചാൽ സുനിലേട്ടാ, നമ്മൾ കണ്ടും കേട്ടും സത്യം പറഞ്ഞോണ്ടല്ലോ നമ്മള് പിന്നീട് ശരിക്കും പറഞ്ഞാൽ സഭ വിട്ടുപോകും. ഇപ്പൊ ഇതിനകത്ത് ശരിക്കും ഈ സെമിനാരി എന്ന് പറയുന്നത് ഈ ആവാസന്മാരുടെ ഒരു കൂടാരം അല്ലേ? അതായത് ഈ ഗേകളുടെ ഒരു താവളമാണെന്ന് പറയുന്നത് സത്യമല്ലേ ഇത്? സുനിലേട്ടാ, നമ്മൾ പറയത്തില്ലേ ചെയ്യുന്ന തെറ്റിന് ഉള്ള ഒരു ലൈസൻസ് ആണ് ഈ സാധനം, സെമിനാരി അല്ലെങ്കിൽ ഈ മഠം എന്നൊക്കെ പറയുന്നത്. അതിൽ ഞാൻ ഈ 100% ആൾക്കാരും പോക്കാം. വെറും 10% ഉള്ളൂ സുനിലേട്ടാ നല്ല വ്യക്തികൾ. അതായത് ഈ സഭ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത് എന്നും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കുറച്ച് വൈദികരും കന്യാസ്ത്രീകളും മാത്രമേ ഉള്ളൂ. അവരെ ശരിക്കും പറഞ്ഞാൽ സഭയ്ക്ക് ഇഷ്ടമല്ല. അല്ല, അവർക്ക് ഇതിനകത്ത് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഈ ആവാസന്മാരുടെ കൂടിനകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെ? അത് സുനിലേട്ടാ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചിലവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പോയതാ. എനിക്ക് എപ്പോ വേണമെങ്കിലും ഇറങ്ങാം, കാരണം ഞാൻ ആരെയും നോക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് വരുന്ന മിക്ക ആൾക്കാരും ഈ കുടുംബത്തിന്റെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ, ചിലവർക്കെന്ന് പറഞ്ഞാൽ ജോലിയൊന്നും ചെയ്യണ്ട, ഇതാകുമ്പോൾ തിന്നും കുടിച്ചും മറ്റുള്ളവരെ സുഖപ്പെടുത്തിയും, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ജീവിക്കാം. അതായത് എന്തും ലൈസൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വരുന്ന കുറെ എണ്ണം ഉണ്ട്. പിന്നെ ചിലവരെന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് പോവാം, അതായത് പഠിപ്പ് കിട്ടുമല്ലോ ഫ്രീ ആയിട്ട് പഠിപ്പ് കിട്ടും, അങ്ങനെ വരുന്ന കുറെ എണ്ണം ഉണ്ട്. ചിലവരെന്ന് പറഞ്ഞാല് വന്ന് പെട്ടുപോയി പോവാൻ പറ്റത്തില്ല, തിരിച്ച് കുടുംബത്തിലോട്ട് പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ കുടുംബത്തിൽ പോയി കഴിഞ്ഞാല് ഈ പറയുന്ന ബന്ധുക്കാര്, സഹോദരങ്ങൾ, അയൽക്കാര് ഈ കുടുംബത്തെ എന്താ പറയാ ചോദ്യം ചെയ്തങ്ങ് ഇല്ലായ്മ ചെയ്യും. സെമിനാരി ചാടി പേരിടും. മനസ്സിലായോ? പിന്നെ അവൻ ഈ പറയുന്ന ഒരു കഞ്ചാവ് വലിക്കുന്നതിന് തുല്യമാണ്. അങ്ങനത്തെ ഒരു ഇതിലോട്ട് മാറ്റി നിർത്തും. അപ്പൊ അങ്ങനെ വരുന്ന കുറെ എണ്ണം ഉണ്ട്. എന്നാൽ പോലും കുറെ എണ്ണം ഇതിന്റെ അകത്ത് വന്ന് ചെയ്യുന്ന തെറ്റുകൾ എന്റെ സുനിലേട്ടാ നമുക്ക് അത് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇവന്മാര് ചെയ്യുന്ന പ്രധാനമായിട്ടും മ്ലേച്ഛതകൾ എന്തൊക്കെയാ? ഇവന്മാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറയാൻ കാരണം എന്താ? കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിലേട്ടാ, ഇപ്പൊ പറയത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഈ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കും. അതായത് ഞാൻ
ഇപ്പൊ നമ്മൾ ബൈബിളിൽ തന്നെ പറയത്തില്ലേ, ഞാൻ രണ്ടാം ക്രിസ്തു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരും, അപ്പൊ നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഉം. എന്ന് പറയുന്ന പോലെ ഒരു 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 ദൈവദൂതൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു വൈദികനായിക്കോട്ടെ ഒരു കന്യാസ്ത്രീ ആയിക്കോട്ടെ, ആ രീതിയിൽ വന്ന് വിശ്വാസികളുടെ മുമ്പിൽ വന്ന് അഭിനയിച്ച് ഇവർക്ക് ഈ പറയുന്ന പോലെയുള്ള നാവ് കൊണ്ട് ഇവരെ അടിച്ചിടാൻ പറ്റും എന്നുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ നാവ് മതി. അപ്പൊ ഉം. അങ്ങനെയുള്ള ഒരു ഒരു ഇതാണ് സുനിലേട്ട ഇവിടെ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ ഈ അവസാന നിമിഷം, അതായത് ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് പിന്നെ കുമ്പസാരം, പിന്നെ കൗൺസിലിംഗ് പോലത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗാർഡിയൻ എന്ന നിലയ്ക്ക് ഒരു അച്ഛനെ നമുക്ക് വിട്ടുതരും. അപ്പോൾ ആ അച്ഛൻ നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ എന്താണ്? മക്കളെ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സഭ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തു ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ആ അച്ഛൻ പറയുന്നത് എന്താണെന്നറിയാമോ? അടുത്തുള്ള വീട്ടിലെ പെണ്ണിന്റെ തൊട, അല്ലെങ്കിൽ അവളുടെ മറ്റേ ഈ ബ്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അച്ഛൻ സംസാരിക്കുന്നത്. ഇയാൾക്ക് ഇതെങ്ങനെ അറിയാം? ആർക്ക്? ഈ പാതിരിക്ക്. പാതിരി പോയിട്ടുണ്ടാവുമല്ലോ. ഉം. പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, പോകും. മനസ്സിലായോ? ഇവർക്ക് ലോഹ ഇട്ട് വേറെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ കയറി ചെല്ലാം. എന്താണെന്നറിയാമോ? ലൈസൻസ് ലോഹയാണ്. കൊള്ളരുതായ്മയ്ക്കും എന്തും കാട്ടിക്കൂട്ടാനുള്ള ഒരു ലൈസൻസ് ആണ് ലോഹ എന്ന് ഞാൻ പറയത്തുള്ളൂ. അത്രയും നല്ലൊരു ലൈസൻസ് നിങ്ങൾ എന്തിനാ കളഞ്ഞ് അവിടുന്ന് പോയത്? ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം എന്റെ സുനിലേട്ട, ഒരു വിവാഹ ജീവിതം കഴിച്ചാൽ ഒരു പങ്കാളിയെ ഉണ്ടാകത്തുള്ളൂ. ഇത് എവിടെ പക്ഷേ വേണേലും ഈ ലോഹ ഇട്ട് നിങ്ങൾക്ക് കയറി ചെന്ന് കൂതാശ നടത്താം, സകല പണിയും ചെയ്യാം. അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. മണ്ടത്തരമല്ലേ കാണിച്ചത്? ഞാൻ ആദ്യമേ തന്നെ സുനിലേട്ടനോട് പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ദൈവത്തിനോ മാതാവിനോ എതിരല്ല, പക്ഷെ ഇങ്ങനെ കാണിക്കുന്നവർക്കെതിരാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ സുനിലേട്ടൻ പറഞ്ഞ പോലെ ഇവരെ കണ്ടുകൊണ്ട് ജീവിച്ച് ഞാൻ അതേപോലെ പോയി കഴിഞ്ഞാല്, ഞാൻ വിശ്വസിക്കുന്ന ഒരു യേശു മാതാവും എന്ന് പറയുന്ന ഒരു വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എതിരാവും ഞാൻ. മനസ്സിലായോ? അത് വേണ്ട. അപ്പം എനിക്ക് എല്ലാം കൊണ്ടും ഞാൻ ഇത് ഓർക്കുമ്പോഴത്തേനും ഇത് തന്നെയാണ് നല്ലത്. ഇപ്പൊ സുനിലേട്ടൻ പറഞ്ഞ പോലെ ശരിയാ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ പാതിരികളിൽ നിന്ന് ലൈംഗികമായ ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്. അത് ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ്? എന്താ ഇമാരി സെമിനാരി വിദ്യാർത്ഥികളെ എങ്ങനെയൊക്കെയാണ് ചൂഷണം ചെയ്യുന്നത്? ചൂഷണം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഓരോ അതായത് ഇപ്പം ചിലവര് ഗേ ആയിരിക്കും, ചിലവര് ലെസ്ബിയൻസ് ആയിരിക്കും, ചിലവര് എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ ആയിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ സുനിലേട്ടാ. അപ്പൊ നമ്മള് മെയിൻ ഇപ്പം ഈ പറയുന്ന പോലെയുള്ള വൈദികര്, ഇപ്പൊ എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, അതായത് ഈ ലോഹ സ്വീകരിക്കുന്ന തൊട്ട് മുമ്പുള്ള വർഷത്തിൽ നമുക്ക് ലോഹ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ധ്യാനം ഉണ്ടാവും. അപ്പോൾ ആ ധ്യാനത്തിന് നയിപ്പിക്കാൻ വേണ്ടി വന്നത് ഒരു വെള്ളലോഹയിട്ട ഒരു അച്ഛനായിരുന്നു. ഈ പുള്ളിക്കാരനോട് ഞാൻ കുമ്പസാരിച്ചത് ഈ പുള്ളിക്കാരൻ അത് ഓർത്തു വെച്ചു. മനസ്സിലായോ? എന്നിട്ട് അതേപോലെ എന്നോട് പെരുമാറി. അതായത് ഞാൻ ലീവിന് പോകുമ്പോൾ എന്നെ വിളിക്കുക, എന്തിനു പറയുന്നു, ഓപ്പൺ ആയിട്ട് പുള്ളി എന്നോട് ഫോൺ ചെയ്ത് ഞാൻ ലീവിന് വന്നിരിക്കുക, പക്ഷെ എന്റെ നമ്പർ എങ്ങനെയോ തപ്പിപ്പിടിച്ചെടുത്ത് കിട്ടിയിട്ട്, അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ കൂടെ ഉള്ളവർ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ഈ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ലീവിന് വന്നിരിക്കുമല്ലേ, നീ എന്റെ ഇവിടെ ഹൗസിലോട്ട് വാ, എനിക്ക് നിന്നോട് കിടക്കണം, കെട്ടിപ്പിടിക്കണം. ഒരു വൈദികൻ നമ്മളെ ഈ പറഞ്ഞ, അതായത് നമ്മൾ വലിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ദൈവദൂതന് തുല്യമാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ ധ്യാനിപ്പിക്കാൻ വന്നവനാണ്. അതെ, കുമ്പസാരിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഇവനോടൊക്കെ നിങ്ങൾ എന്തോ രഹസ്യം പറഞ്ഞത്? സുനിലേട്ടാ, കുമ്പസാരം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ പാപങ്ങൾ, നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ ഏറ്റു പറയണം എന്നാണല്ലോ പറയുന്നത്. ആ പാപം നമ്മൾ ഏറ്റു പറഞ്ഞത് ഈ പറയുന്ന ചെകുത്താന്റെ അടുത്തായിരുന്നു. നമ്മളത് ഓർക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ അവിടെ കാണുന്നത്, നമ്മൾ ഈ ലോഹം സ്വീകരിക്കുന്ന മുമ്പായിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും എല്ലാം ദൈവമേ അത് പൊറുക്കണമേ. ഈ സ്വീകരിക്കുന്ന ലോഹ എന്ന് പറയുന്നത് എന്റെ ഒരു അറിവില്ല കേട്ടോ, അതൊരു ദൈവം ഇട്ട ഒരു വസ്ത്രത്തിന് തുല്യം തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ വസ്ത്രം ഒന്നും ഒരിക്കലും നമ്മൾ ഒരിക്കലും മോശം പറയരുതല്ലോ സുനിലേട്ടാ, അതൊന്നും ഒരിക്കലും അല്ല. പക്ഷെ ഈ വസ്ത്രം ഇട്ടിട്ട് ചെയ്യുന്ന ഈ ചെകുത്താന്മാരെ ആരും തിരിച്ചറിയുന്നില്ല. ഇനി തിരിച്ചറിഞ്ഞാൽ തന്നെയും ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇവന്മാര് ശരിക്കും ഈ അൾത്താര ബാലന്മാരെയും സൺഡേ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെയൊക്കെ ഇവന്മാര് ശരിക്കും ഒരു പീഡോഫീലിയ, ഇവര് കുട്ടികളെ ശരിക്കും ചൂഷണം ചെയ്യുന്നവന്മാരല്ലേ ഇവന്മാര്? ഉണ്ട്, ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ അതിനും അനുഭവം എനിക്കുണ്ട്. അപ്പൊ സുനിലേട്ടൻ ചോദിക്കും, നിനക്ക് എന്താണ് അനുഭവത്തിന്റെ ഒരു ശാഖരയാണ്? അങ്ങനെയല്ല, നമ്മുടെ ജീവിതമാണ്. കാരണം ഞാന് എന്റെ ചെറുതിലെ തൊട്ട് ഈ പറയുന്ന പോലെയുള്ള ആശ്രമത്തില് ഞാന് ഓൾട്ടർ ബോയായിട്ട് നിന്ന സമയത്ത്, ബാലനായിട്ട് നിന്ന സമയം മുതലേ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ അച്ഛന്മാരുടെ കാര്യങ്ങളിൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ അൾത്താര ബാലനായിട്ട് ഇരിക്കുമ്പോൾ സെമിനാരി കയറിയതിനു ശേഷം ഞാൻ പച്ചയ്ക്കെല്ലാം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ്. അപ്പൊ ഈ പറയുന്ന സുനിലേട്ട, അൾത്താര ബാലനായിട്ട് നിന്ന എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഒരു ഫ്രണ്ടിനെ ഒരു ബ്രദർ, അന്ന് ബ്രദറായിട്ട് ഇരിക്കുക. ആ സമയം ഇവര് തിയോളജി പഠിക്കാൻ വേണ്ടി വരുന്നത്, അവസാന വർഷം ഞങ്ങൾ അവിടെയാണ് പഠിക്കാൻ വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരു ബ്രദറായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി
വ്യക്തി, പുള്ളി ഒരു കലാകാരനാണ്, ചിത്രങ്ങളൊക്കെ വരയ്ക്കും. അപ്പൊ ഈ ഈ ഈ വ്യക്തി വരച്ച ഒരു ചിത്രം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യന് കാണിച്ചു കൊടുത്തു ഈ വ്യക്തി. ഉം. അപ്പൊ അതിനകത്ത് നേക്കഡ് ആയിരുന്നു. അപ്പം ഇവൻ ചോദിച്ചു, ആ ബ്രദറിനോട് ചോദിച്ചു, ബ്രദറെ നിങ്ങൾ ഇങ്ങനെ ഒരു സെമിനാരിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അച്ഛനാൻ വേണ്ടി പഠിക്കുന്ന ഒരു വ്യക്തിയല്ലേ, അപ്പൊ എന്താണ് ഇങ്ങനത്തെ ചിത്രമൊക്കെ വരയ്ക്കുന്നത്, അത് മോശമല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. വെച്ചാൽ കലാകാരന്മാർക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല, അവർക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം, ശരി തന്നെയാണ്. അത് മുതലാക്കി ഇവന്റെ അവിടെ കയറി പിടിച്ചു. അതിനെയോ? ഈ ബ്രദർ അവന്റെ ഈ പറയുന്ന പോലെയുള്ള സാധനത്തിൽ കയറി പിടിച്ചു. അവൻ അവിടുന്ന് ജീവനും കൊണ്ട് ഓടുമായിരുന്നു, മനസ്സിലായി. പക്ഷെ അന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞങ്ങൾക്കറിയാം, പക്ഷെ ഇവൻ വേറെ ആരോടും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈ പുള്ളിക്കാരൻ പിന്നെ ഇവനെ എപ്പോ കണ്ടാലും ഈ ഒരു രീതിയിലേ ഇവനെ കാണത്തുള്ളൂ. അവസാനം ഇവർക്ക് ഈ ആഴ്ചയിൽ ഒരു ദിവസം ഔട്ടിംഗ് ഉണ്ട്, ആർക്കാ, ഈ ബ്രദേഴ്സിന്. അപ്പം ഈ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ഇവന്റെ വീട്ടിൽ പോയി. അപ്പം വീട്ടുകാർ നോക്കുമ്പോൾ ഒരു ദൈവദൂതനാണല്ലോ, ആ പയ്യന് അവനല്ലേ അറിയത്തുള്ളൂ ഇവൻ ദൈവദൂതനല്ല എന്നുള്ളത്. എന്നിട്ട് ഈ വീട്ടുകാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവന്റെ അമ്മയും പെങ്ങളും മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇവന്റെ നല്ലതിനാണോ ചീത്തയാണോ എനിക്കറിയത്തില്ല. ഇവന്റെ അമ്മയും പെങ്ങളും ആ സമയത്ത് പുറത്തോട്ട് പോകാൻ വേണ്ടി നിന്ന സമയത്താണ് ഇങ്ങനെ കയറി വരുന്നത്. അപ്പൊ ഇവര് നോക്കുമ്പോൾ ഒരു ബ്രദർ അല്ലേ, ആ ബ്രദറെ ഞങ്ങൾ ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് നിൽക്കുവാണ്, അപ്പം ബ്രദർ സംസാരിച്ചിരുന്നോ, ഞങ്ങളിപ്പോ വരാമെന്ന് പറഞ്ഞ് ഇവര് പോയി. ഇത് ഇങ്ങേർക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു. എന്നിട്ട് ഇങ്ങേരി ഇവന്റെ അടുത്ത് എന്താ പറഞ്ഞെന്ന് പറയാ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമെന്ന് പോയി. ഇവൻ വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയ സമയത്ത് ഇവന്റെ പിറകെ പോയി ഇവനെ കയറി കെട്ടിപ്പിടിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പറയത്തില്ലേ സുനിലേട്ടാ, ഈ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് എന്തോ ആയിക്കോട്ടെ, ആ പുള്ളി നേരെ ഇവന്റെ അമ്മേനെയും പെങ്ങളെയും നേരെ തിരിച്ച് ആ സമയത്ത് തന്നെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. ഇവരെന്തോ മറന്നുപോയി. അപ്പൊ വന്ന് കാണുന്ന കാഴ്ച ഈ ബ്രദർ ഇവനെ കെട്ടിപ്പിടിച്ച് കട്ടിൽ കിടക്കുന്നതാ. ആ പുള്ളിക്കാരി എന്തായാലും നല്ലൊരു സ്ത്രീ ആയതുകൊണ്ട് പള്ളിയിൽ വന്നത് പ്രശ്നമാക്കി. അവിടുത്തെ സുപ്പീരിയറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ, സുപ്പീരിയർ ഈ പറഞ്ഞ പോലെ കേട്ടു എന്നല്ലാണ്ട് ഈ പുള്ളിനെ ഒരു ആക്ഷൻ എടുത്തില്ല, പുറത്താക്കിയതുമില്ല. കാരണം സുനിലേട്ടാ, ഇങ്ങനെയുള്ള വ്യക്തികളെ ഈ പറയുന്ന പോലെ സഭ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ സഭ ഇല്ല. എല്ലാം ഈ കാറ്റഗറി ആയിരിക്കത്തില്ലേ? എല്ലാം ഈ കാറ്റഗറിയാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരെ പറഞ്ഞു വിട്ട സുന്നിട്ടൊന്ന് ഓർത്തു നോക്കിയോ, 100 പേരുണ്ടെങ്കിൽ 100 പേരെയും പുറത്താക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഈ വിശ്വാസികളുടെ ഇടയിൽ നിന്ന് പൈസ മേടിക്കാനും, വിശ്വാസികളെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാനും, ചൂഷണം ചെയ്യാനും പിന്നെ ഒരു കന്യാസ്ത്രീയും കാണത്തില്ല, ഒരു വൈദികനും കാണത്തില്ല. ഇവന്മാർ ഈ മടത്തെ കയറി ഇതേ പണി കാണിക്കാറുണ്ടോ പോയി, അതോ അവര് തിരിച്ച് ഇങ്ങോട്ട് വരുവോ, എങ്ങനെയാ? രണ്ടുപേരും തുല്യരെന്ന് ഞാൻ പറയത്തുള്ളൂ. അതായത് വേണമെന്നുണ്ടെങ്കിൽ മഠത്തിൽ സിസ്റ്ററിനും പോവാം, അച്ഛന് വേണമെന്നുണ്ടെങ്കിൽ മഠത്തിന്റെ അകത്തും കയറാം. മുമ്പ് എന്റെ ചെറുതിലെ സുനിലേട്ടാ, എന്റെ ചെറുതിലെ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങളുടെ ആശ്രമത്തിന്റെ അകത്തോട്ട് പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ആയിക്കോട്ടെ, വേറൊരു വൈദികനായിക്കോട്ടെ, അങ്ങനെ ഇടിച്ചു കയറാൻ പറ്റത്തില്ല, മനസ്സിലായോ. പക്ഷെ ഇപ്പം സുനിലേട്ടാ, എവിടെ വേണമെങ്കിലും അച്ഛന്മാരുടെ കുളിമുറിക്കകത്ത് വേണമെങ്കിലും ആൾക്കാർക്ക് കയറാം, മനസ്സിലായോ. നമ്മൾ ചോദിക്കുമ്പോ എന്താ പറയുന്നത് അറിയുമോ, സോഷ്യൽ മെന്റാലിറ്റി. അതായത് നമ്മളെല്ലാവരും ദൈവത്തിനെ പോലെ നമ്മളെല്ലാവരെയായിട്ടും മിങ്കിൾ ചെയ്യണം, മനസ്സിലായോ. അപ്പൊ കട്ടിൽ പിടിച്ച് കിടത്തിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താ, നമുക്ക് പറയാലോ ദൈവത്തിന്റെ സ്നേഹമാണ് ഞാൻ കൊടുക്കുന്നതെന്ന് പറയാം. അങ്ങനെയാണ് സുനിലേട്ടാ, ശരിക്കും പറയാലോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ വിചാരിച്ച ഒരു വൈദികൻ, എന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു വൈദികൻ, ഈ പറയുന്ന പോലെ ഒരു കന്യാസ്ത്രീ, അതിന്റെ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ, അവക്ക് ഫേസ്ബുക്കിലൂടെ മെസ്സേജ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ പുള്ളിക്കാരൻ. സിസ്റ്ററിനെ എനിക്കറിയാം, സിസ്റ്ററിനെ ഞാൻ കണ്ടുകൊണ്ട്, എന്നെ ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ എന്നെ പരിചയമുണ്ടോ, അപ്പൊ എന്നെ കാണുമ്പോൾ എന്താണ് വന്ന് മിണ്ടാത്ത, അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഈ പുള്ളിക്കാരന്റെ ചാറ്റൊക്കെ മാറി, രാത്രി കാലങ്ങളിലായി ചാറ്റിങ്. ഈ സിസ്റ്റർ എനിക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്, അത് ഇപ്പോഴും എന്റെ ഫോണിൽ കിടപ്പുണ്ട്. എന്റെ ബനാന ഹൗ ഈസ് മൈ ബനാന എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞ സുനിലേട്ട, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവള് കള്ളത്തരം പറയുന്നു, അതായത് ഈ കന്യാസ്ത്രീ കള്ളത്തരം പറയുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവള് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നു, അയാൾ ബ്ലോക്ക് ചെയ്തു അവള്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിറയിലുണ്ടാവുമെന്ന്. കാരണം ഞാൻ നമ്മള് അങ്ങനെ പോലും വിചാരിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ കാണിച്ച ഉടായ്പ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ. അപ്പൊ സുനിലേട്ടാ, സത്യം പറയാലോ, നമ്മള് പലതും കണ്ടും കേട്ടും സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ സ്വയമേ ചിന്തിക്കും, എന്തിനാണ് ഈ ജീവിതം എന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നല്ലൊരു വ്യക്തി ആകണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തികള് അവിടെ നിൽക്കത്തില്ല സുനിലേട്ടാ. പിന്നെ താങ്കളിപ്പോ സെമിനാരി വിട്ടിട്ട് എത്ര വർഷമായി? ഇപ്പൊ ഞാൻ സെമിനാരി വിട്ടിട്ട് ഒരു 4 കൊല്ലം കഴിഞ്ഞു. ഏത് സെമിനാരിയിലായിരുന്നു? ഞാൻ കപ്പൂച്ചിൻ. അവരുടെ സെമിനാരി എവിടാ? ഞാൻ ഡൽഹിക്ക് വേണ്ടിയായിരുന്നു, ഡൽഹി പ്രൊവിൻസിന് വേണ്ടിയായിരുന്നു ഞാൻ കയറിയിരിക്കുന്നത്. കേരളത്തിലുണ്ട്, പക്ഷെ ഞാൻ ആ സമയത്ത് എന്റെ കൂട്ടുകാരന്മാർ ആ സമയത്ത് സെമിനാരിയിൽ ഉള്ളത് കൊണ്ട് എല്ലാവരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ട്, അപ്പൊ അവന്മാരാ പറഞ്ഞതാ നീ ഡൽഹി കയറി, അവിടെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ കയറിയത്. പക്ഷെ നമുക്ക് പഠിക്കാൻ കേരളത്തിൽ വരണം, അപ്പോഴാണ് ഈ പറയുന്ന പോലെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഈ സെമിനാരിയൻസിനെ എല്ലാം ഇവന്മാര്, ഈ സീനിയർ പുരോഹിതന്മാരെ മറ്റു പ്രകൃതി വിരുദ്ധത്തിന് ഉപയോഗിക്കുമോ? സുനിലേട്ടാ, ചില പയ്യന്മാരെന്ന് പറയുന്നത് അതിന് ഇഷ്ടമായിരിക്കും, അവര് നിന്ന് കൊടുക്കും, മനസ്സിലായോ. ചില പിള്ളേർക്ക് എന്ന് പറഞ്ഞാല് വന്നു പോയി, അപ്പൊ ഇനിയിപ്പോ ഞാൻ എങ്ങനെ ഇത് പറയും, ഞാൻ ഏത് രീതിയിൽ പുറത്തു പോകും, അല്ലെങ്കിൽ ഞാൻ ഇവരെ ഏത് രീതിയിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കും എന്ന് പേടിച്ച് വീണ്ടും വഴങ്ങി കൊടുക്കുന്നവരും ഉണ്ട്. എന്റെ കൂട്ടത്തില് എന്റെ ബാച്ചില് ഈ പറയുന്ന ഒരുത്തൻ എല്ലാ ദിവസവും രാത്രിയില് ഒരു അച്ഛന്
ഈ പറയുന്ന പോലെ മസാജ് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എന്ത് മസാജാണ്, എവിടുത്തെ മസാജാണ്, ഏത് രീതിയിലുള്ള മസാജാണ് ഞങ്ങൾക്ക് അറിയത്തില്ല. മനസ്സിലായോ? ഉം. എന്നാ രാവിലെ പകലോ രാത്രിയോ എന്തോ ആയിക്കോട്ടെ, ഈ അച്ഛൻ ഇവനെന്ന് പറഞ്ഞ ജീവനുമാണ്, ഇവൻ ഈ അച്ഛനെന്ന് പറഞ്ഞ ജീവനുമാണ്. ഇവൻ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും ഈ അച്ഛനാണ് മുമ്പിൽ നിൽക്കുന്നത്, അവൻ ചെയ്തത് ശരിയാണ് എന്നുള്ള കൊടി പിടിക്കാൻ. അപ്പൊ പിന്നെ നമുക്ക് മസാജ് എന്താണെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ സുനിലേട്ടാ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. ഈ പറയുന്ന അച്ഛന് ഒരു കിടപ്പല്ല, അച്ഛന് വേറൊരു കാര്യമില്ല, പിന്നെ എന്തിനാണ് ഈ അച്ഛന് മസാജ്? അപ്പൊ അങ്ങനെ സുനിലേട്ടാ, സത്യം പറയാലോ, നമ്മൾ ഓരോന്ന് കണ്ടും കേട്ടും. അപ്പൊ ചോദിക്കാൻ, നീ എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിക്കാത്തത്? നമ്മൾ വെറും ഒരു ബ്രദറാണ്, നമ്മൾ അശ്വ എന്നേ പറയാൻ പറ്റൂ. ഈ കാര്യങ്ങൾ പുറത്തറിയിക്കുകയോ എല്ലാം ചെയ്താൽ ഇവന്മാർ നമ്മളെ തീർത്ത് കളയത്തില്ല അതിനകത്തിട്ട്. ഇല്ല, എന്നെ അപവാദം പറഞ്ഞിറക്കും. മനസ്സിലായി? അതായത് ഇവൻ ഈ സഭയ്ക്കകത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുമായിട്ട് ഒരു അനുസരണം ഇല്ലാത്ത ഒരുത്തനാണ് അവൻ. അങ്ങനെയാണ് ഇവൻ, ഇങ്ങനെയാണ്, എന്ത് ചെയ്താലും തെറ്റും കുറ്റവും ഒക്കെ കണ്ടുപിടിക്കാനാണ് ഇവൻ. അത് ചെയ്യത്തില്ല ഇവൻ. പിന്നെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയും. മനസ്സിലായോ? അതാണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് കന്യാസ്ത്രീയുടെ കാര്യങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവര് ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ ഒക്കെ ആ ഒരു ഒരു ജീവിതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ സ്വയമേ എന്റെ ജീവിതം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് ഉം. പോട്ടെ സുനിലേട്ടാ, ഈ പറഞ്ഞ മസാജ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഉം. ഇവന്റെ അന്ന് അതേ വർഷത്തിൽ തന്നെ വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആശ്രമത്തിന്റെ അടുത്ത് 2 ഗവൺമെന്റാ. മനസ്സിലായോ? ഉം. അതില് ഒരു ഒരു ഈ പറയുന്ന സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർ സാരി ഉടുക്കുന്ന സിസ്റ്റേഴ്സാ. ഇപ്പം എന്ത് വേണമെങ്കിലും ചെയ്യാം, സാരി ഉടുക്കാം, ഹാബിറ്റ് വേണമെങ്കിലും സ്വീകരിക്കാം. അത് പിന്നെ ഹാബിറ്റ് സ്വീകരിച്ചിട്ട് നമ്മൾ സാരി ഉടുത്തിട്ട് പിന്നെ നമുക്ക് ഹാബിറ്റിലോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ, അപ്പൊ ഈ പറയുന്ന പോലെ അവിടെ ഒരു 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 സിസ്റ്റർ ഉണ്ടായിരുന്നു. അത് അവൾക്ക് വലിയ പ്രായമൊന്നുമില്ല. അവള് ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് സിസ്റ്ററായിട്ട് അങ്ങനെയുള്ള ഒരു ഇതാ. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറയുമ്പോ ഇവനും ആ സിസ്റ്ററും കൂടി ഭയങ്കര സെറ്റപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് പോയി കാണലും പിടിക്കലും ലെറ്റർ കൊടുക്കലും. മനസ്സിലായോ? ഇവരുടെ ബർത്ത്ഡേ വരുമ്പോഴത്തേനും അങ്ങോട്ട് പോയി ഗിഫ്റ്റ് കൊടുക്കല്, ഇങ്ങോട്ട് വന്ന് ഗിഫ്റ്റ് കൊടുക്കല്. അവസാനം നമ്മുടെ ആശ്രമത്തിന്റെ തൊട്ട് താഴെ ഈ കോൺവെന്റിന്റെ അടുത്തായിട്ട് ഒരു ഒരു കുരിശടിയുണ്ട്. ആ കുരിശടിയില് ഇതേ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമുക്ക് ആ ഒരു പുണ്യാളന്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇവര് ബാക്കി വന്നിരുന്നു. ഒന്ന് ഓർത്തോണം, ഉം. പബ്ലിക്കായിട്ട് ഈ കുരിശടിയിൽ ഈ പറയുന്ന പോലെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും അവിടെയുള്ള വിശ്വാസികളും വരുന്നതിന്റെ ഇടയ്ക്കാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. പറയുന്ന ഇവനും അവളും കൂടി കൈ പിടിച്ചിരുന്ന് വർത്താനമാണ്. എന്നിട്ട് ഉമ്മ കൊടുക്കല്, മോതിരം കൊടുക്കല്. മനസ്സിലായോ? ഇതൊക്കെ ഞങ്ങൾ അവിടെ വന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, ഞങ്ങൾ കുറച്ച് സീനിയേഴ്സ് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവന് വേണ്ടിയിട്ട് കൊടി പിടിക്കാൻ വന്ന എത്ര അച്ഛന്മാരാന്നറിയോ സുനിലേട്ടാ? അവസാനം നമ്മൾ കൊള്ളരുതായ്മയായി. നമ്മള് അപ്പൊ അവര് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ അച്ഛനാൻ വേണ്ടി പഠിക്കാൻ വന്നെങ്കിൽ അത് പഠിച്ചിട്ട് അങ്ങ് പോയാൽ മതി, അല്ലാണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നാണ് പറയുന്നത്. അതാണ് സഭ. ഇനി നേരെ മറിച്ച് ഒരു വൈദികനായിക്കോട്ടെ, ആ വൈദികനെ തലയ്ക്ക് അടിക്കാൻ വേണ്ടി ഒരുപാട് വൈദികരുണ്ടാവും. കാരണം എന്താണെന്നറിയാമോ? ഒരു വൈദികൻ ചെയ്യുന്ന തെറ്റ് മറ്റുള്ള വൈദികർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. കാരണം അല്ലെങ്കിൽ ഇവരെല്ലാം മറ്റതും പൊക്കും. ഈ വൈദികൻ ചെയ്ത തെറ്റും പൊങ്ങും, മറ്റേ വൈദികൻ ചെയ്ത തെറ്റും പൊങ്ങും. മനസ്സിലായോ സുനിലേട്ടാ? ഉം. 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 അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോ ഇവരെല്ലാം ഒന്നാവും. ഇവന്മാർ ഈ വീടുകളിൽ ചെന്ന് ശരിക്ക് ഈ ഭർത്തൃമതികളായിട്ടുള്ള വീട്ടമ്മമാരെയും എല്ലാം ഇവന്മാര് ലൈംഗികമായി ചൂഷണം ചെയ്യത്തില്ലേ? അതെ 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 അതെ, ചെയ്യും. ഒരുപാടുണ്ട്. അതും ഈ പറയുന്ന കുമ്പസാരമാണ്. ഉം. കുമ്പസാര കൂട്ടി വെച്ച് ഈ പറയുന്ന അവര് വന്ന് അവരും ഈ പറയുന്ന പോലെ ചെയ്തു പോയ തെറ്റെല്ലാം പ്രായച്ചിത്തം എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത് കർത്താവാണ് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത്. പക്ഷെ അവർക്കറിയില്ലല്ലോ സുനിലേട്ടാ, ഈ ലോഹയ്ക്ക് ഉള്ളിൽ ഒരു പിശാചാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഉം. ഇവര് ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രത്യേകം ഇവര് നോട്ട് ചെയ്യും, ഈ അച്ഛന്മാര്. ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് ഇവര് വീണ്ടും വരുമ്പോ ഇവരെ പിന്നെ സംസാരിച്ച് ഇവരെ പേഴ്സണലായിട്ട് സംസാരിച്ച്, അപ്പൊ ഇവര് വിചാരിക്കുന്ന ഒരു വൈദികനല്ലേ സുനിലേട്ടാ. നമ്മൾ പുറമേ നിന്ന് കാണുന്ന കണക്കല്ല ഈ വൈദിക, അല്ലെങ്കിൽ ഒരു വൈദിക, ഒരു കന്യാസ്ത്രീ എന്ന് പറയുന്നത്. ഞാൻ 100% പറയുകയാണ്. പുറമേ നിന്ന് കാണുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സഭയെ കുറിച്ച് അറിയത്തില്ല, പിന്നെ ഈ അച്ഛൻ എങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ അച്ഛന്മാരുടെ ജീവിതം എന്താണെന്നോ, അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ എങ്ങനെയാണെന്നോ, കന്യാസ്ത്രീ ജീവിതം എന്താണെന്നോ അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. അവരുടെ കണ്ണിൽ ഒരു ദൈവദൂതനാണ്. മനസ്സിലായ? ഉം. പക്ഷെ ഇവന്മാർക്ക് ഇവന്മാര് കാണുന്നത് മറ്റേ കണ്ണുകൊണ്ടാ. ഒരാണുങ്ങൾക്ക് പോലും ഇവന്മാരുടെ മുന്നിൽ രക്ഷയില്ല. രക്ഷയില്ല. 100% ഞാൻ പറയാം സുനിലേട്ടാ, ഈ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചു തരാം. ഇത് കേൾക്കുമ്പോൾ ചില അച്ഛന്മാരാണെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ വിശ്വാസികളും കുറെ എണ്ണം ഈ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടി കൊടി പിടിക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ. അവര് വരട്ടെ, അവർക്ക് ഞാൻ തെളിയിച്ചു കൊടുക്കാം. ഈ അത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ഈ പുള്ളിക്കാരന്റെ ശാരീരികമായിട്ടുള്ള ഒരു പ്രകൃതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സുനിലേട്ടാ, ഞാന് ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ കാണുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ അച്ഛന്മാരുടെയൊക്കെ ആ ഒരു നിൽപ്പും ശരീരവും, അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ, അവരുടെ ആ ഒരു സംസാരം, ഇതൊക്കെ കാണുമ്പം എങ്ങനെയുള്ള വ്യക്തികളാണ് എന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. ഉം. മനസ്സിലായോ? ഉം. പിന്നെ ഈ കൃപാസനത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ അച്ഛൻ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ പറയുന്നുണ്ട്. ഇവിടുന്ന് എന്റെ അമ്മച്ചി കൃപാസനത്തിൽ എന്റെ അനിയനെ കൊണ്ട് പോകുന്ന സമയത്ത് അന്ന് കൗൺസിലിംഗ് ചോദിച്ചപ്പോഴത്തേനും തരത്തില്ലെന്ന് പറഞ്ഞു.
അപ്പൊ അമ്മച്ചി ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു പറയാണ്, ഇവിടുന്ന് ഉടമ്പടി ആദ്യം എടുക്കണം, ഇത്ര രൂപ കൊടുത്ത് ഉടമ്പടി എടുത്താലേ കൗൺസിലിംഗ്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൗൺസിലിംഗ് കൊടുക്കത്തുള്ളൂ എന്ന്. അപ്പം അപ്പം നമ്മൾ പറയാം അത് അച്ഛനല്ലല്ലോ പറഞ്ഞത്, അച്ഛന്റെ അവിടെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന ഒരു കന്യാസ്ത്രീ ചെയ്യുന്നു. ഈ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും, കന്യാസ്ത്രീ ആയിക്കോട്ടെ, അത് സാധാ ഒരു വ്യക്തി ആയിക്കോട്ടെ, വൈദികനായിക്കോട്ടെ, ഈ അച്ഛന്റെ കീഴിൽ വരുന്ന ആൾക്കാരല്ലേ സുനിലേട്ടാ ഇതല്ല. ഉം, അപ്പൊ ഈ പുള്ളിക്കാരൻ പറയുന്ന അനുസരിച്ചല്ലേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ, ഉം. അല്ലേ? അപ്പം അമ്മയ്ക്ക് അവിടെ കിടന്ന് ചോദ്യം ചെയ്ത് അവസാനം ഇതാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും കൗൺസിലിംഗ് കൊടുക്കാന്ന് പറഞ്ഞു. ആരുമായിട്ടുള്ള കൗൺസിലിംഗാ ഒരു കന്യാസ്ത്രീ ആയിട്ടുള്ള കൗൺസിലിംഗ്. ഇവരുടെയൊക്കെ ഇത്? കാരണം അല്ല ഇയാൾ ഇത്രയും ഇത് ക്രൈസ്തവപരമല്ലാത്ത അല്ലെ വിശ്വാസപരമല്ലാത്ത ബിബ്ലിക്കൽ അല്ലാത്ത ഈ പണിയൊക്കെ ചെയ്യുന്നതിന് ഇതെങ്ങനെ കത്തോലിക്ക സഭ അല്ലെ ഇവരുടെ രൂപതയൊക്കെ ഇതിനെ എങ്ങനെ അനുകൂലിക്കും? ഇത് ഇയാളുടെ ഒരു ചാത്തൻ സഭ പരിപാടിയെ. സുനിലേട്ടാ, ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഞാനൊരു ഒരു അച്ഛനായിട്ട് ഞങ്ങൾ അന്ന് 3 ബ്രദേഴ്സാ. എന്റെ കൂടെയുള്ള 2 ബ്രദേഴ്സ്, ഞാനും ഈ അച്ഛനും. അപ്പൊ ഞങ്ങൾ 3 ബ്രദേഴ്സും ഈ അച്ഛനും കൂടിയാണ്, അച്ഛന്റെ കാറിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഈ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഈ കൃപാസനത്തിൽ ഈ ജോസഫ് അച്ഛൻ അന്ന് സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോ തന്നെ ഒരുപാട് അച്ഛന്മാർ ഇതിനെ എതിർക്കുന്നുണ്ട്, ഒരുപാട് അച്ഛന്മാർ ഇതിനെ എതിർത്തിട്ടുണ്ട്. മനസ്സിലായ? പിന്നെ എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, സഭ നോക്കുമ്പോഴത്തേക്കിനും തിരമാല പോലെ അല്ലെങ്കിൽ കടല് പോലെ ഇങ്ങനെ പൈസകൾ വന്ന് കയറില്ലേ സുനിലേട്ടാ. അപ്പൊ സഭയ്ക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ കൊള്ളരുതായ്മയും അല്ലെങ്കിൽ ഈ പറയുന്ന ഗുണ്ടകളെയും ഇങ്ങനെയുള്ള പൈസയും മാത്രം മതി. ഇതിന്റെ പുറകിൽ മറ്റെല്ലാ പണികളും നടക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ പിന്നെ ബാക്കിയുള്ള എതിർക്കുന്ന അച്ഛന്മാര് എന്തുകൊണ്ട് അപ്പം പുറത്തോട്ട് വരുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സഭയ്ക്കകത്തല്ലേ നിൽക്കുന്നത്. മനസ്സിലായ? ഇനിയിപ്പോ ഇവര് സഭയ്ക്കെതിരായിട്ട് സംസാരിച്ച് ഇവര് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആ സുനിലേട്ടൊന്ന് ഓർത്തു നോക്കിക്കേ, ഇവര് ഏത് കണ്ണുകൊണ്ട് ഇവരെ കാണും? ഇവരും വിചാരിക്കുന്നത് ഈ അച്ഛൻ എന്തോ വലിയ തെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ അച്ഛൻ ആരൊക്കെ ഒരു പിടിച്ച്, അല്ലെങ്കിൽ ഈ അച്ഛൻ എന്തോ ചെയ്തിട്ടാണ് ഇവരെ സഭ പുറത്താക്കിയെന്ന് വിചാരിക്കും. മനസ്സിലായ? അങ്ങനെ ആൾക്കാർ കാണും. അത് സഭയ്ക്ക് നല്ലപോലെ അറിയാം. അതാണ് ഈ സഭ നല്ലതുപോലെ കിടന്ന് കളിക്കുന്നത്. എന്ത് കൊള്ളരുതായ്മ കണ്ടാലും സുനിലേട്ടാ അവരെ പുറത്താക്കത്തില്ല. 100% ഞാൻ പറയാം, അവര് പുറത്താക്കത്തില്ല. ഇനി പുറത്താവണമെന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം മീഡിയാസ് വരണം. മനസ്സിലായോ? എങ്കിൽ മാത്രമേ അത് സഭയ്ക്ക് ഉള്ളിൽ വെച്ചാണ് ഇത് അറിയുന്നതെങ്കിൽ ഉറപ്പാ ഇത് പുറം ലോകം അറിയത്തില്ല. എല്ലാം അവര് തന്നെ അങ്ങ് മൂടിക്കോളും. അതാണ് ഈ നടക്കുന്ന ഓരോ കാര്യങ്ങളും. മനസ്സിലായോ? അപ്പൊ ഞാൻ സുനിലേട്ടന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ സത്യമാണ് പറയുന്നത്. മനസ്സിലായ? കാരണം തെളിവ് എന്റെ കുറെ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറഞ്ഞു. ഞാൻ കള്ളമാണ് പറഞ്ഞെന്ന് തോന്നിയ ഏതാ താങ്കൾക്കുള്ളത്? ഞാൻ കണ്ട വീഡിയോസിലെല്ലാം പറഞ്ഞ സത്യമാണ്. അന്നേരം ഞാൻ പറഞ്ഞത് ഞാൻ സത്യമേ പറയൂ. ഒരു വീഡിയോ കള്ളമാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ പ്രൂഫ് എടുത്ത് താങ്കൾക്ക് തരാം. അതാണ് എന്റെ ചലഞ്ച്. ഞാൻ കൊടുത്തേക്കുന്നത് 15,000-ലധികം വീഡിയോ എടുപ്പുണ്ട്. അതിൽ ഒരെണ്ണം തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ അത് ഞാൻ പ്രൂവ് ചെയ്യാം. ഒരെണ്ണം പറ. ഞാൻ ഇതേപോലെ ഞാൻ പറയുന്നത് ദൈവത്തിനെതിരായിട്ടല്ല. ഞാൻ പറയുന്നത് ഈ സഭയ്ക്കുള്ളിൽ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന കുറെ അലവലാതിയെ കുറിച്ചാണ്. അപൂർവം ചിലര് മാത്രമേ ഉള്ളൂ സുനിലേട്ടാ നല്ല വൈദികരും കന്യാസ്ത്രീകളും എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഈ കപട വിശ്വാസം കാണിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഒന്നെങ്കിൽ പൈസയെങ്കിൽ പൈസ, അല്ലെങ്കിൽ വേറെ ശാരീരികമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ളത്, ഇനി വേറെ അവർക്ക് വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ. അതിനുശേഷം എന്റെ പെങ്ങളെ ഞാൻ സെമിനാരി കയറിയതിനു ശേഷം സുനിലേട്ടന് ഒരു കാര്യം അറിയാമോ? ഈ അച്ഛന്മാര്, അതായത് എന്റെ പെങ്ങളാണ് എന്നുള്ളൊരു പരിഗണന ഇപ്പൊ നമുക്ക് കൊടുക്കുമല്ലോ. ഒരു ബ്രദറിന്റെ പെങ്ങള അല്ലെങ്കിൽ ഒരു ബ്രദറിന്റെ അമ്മയാണെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പരിഗണന അവർക്ക് കിട്ടുമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, എന്റെ പെങ്ങൾ, അപ്പൊ ഇവര് ഈ പറയുന്ന പോലെ അച്ഛന്മാരാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്ന് സംസാരിച്ചു തുടങ്ങി. എന്റെ പെങ്ങളുടെ നമ്പർ ഒരു വൈദികൻ മേടിച്ചു. അയാള് അധികം പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരനാണ്. പുള്ളിക്കാരൻ എല്ലാ ദിവസവും ടോമിയുടെ, അതായത് എന്റെ കാര്യങ്ങളൊക്കെ പറയും. വിഷമിക്കണ്ട കേട്ടോ, അവൻ നല്ല ഇതായിട്ട് നിൽപ്പുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച ഒരു വ്യക്തി വേറെ 2 വൈദികരുടെ കൂടെ ഇരുന്ന് കുടിച്ചതിന് ശേഷം എന്റെ പെങ്ങളെ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്തിരിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞ എന്റെ പെങ്ങള് അതുവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇവരുടെ വിചാരം നമ്മൾ ചുമ്മാ അങ്ങോട്ട് ഇതാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവര് നമ്മള്, പക്ഷെ ഇവർക്കൊരു അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും വീഡിയോ കോളിൽ കുടിച്ച് നല്ല പറ്റായിട്ടിരുന്ന് സംസാരിക്കുക. എന്നിട്ട് എന്റെ പെങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുന്നു ഞാൻ കുടിച്ചെന്നു, ഞാനും 2 വൈദികരായിട്ട് ഇരുന്ന് കുടിച്ച് അതിനുശേഷം വിളിക്കുവാണ്, സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇവന്റെയൊക്കെ ലക്ഷ്യം വേറെയായിരുന്നു. മനസ്സിലായ? പക്ഷെ പെങ്ങൾ അത്രയും സംസാരിക്കാനായിട്ട് നിന്ന് കൊടുത്തില്ല. ആൾ അതിനു മുമ്പ് എന്നെ കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. മനസ്സിലായ? എന്നിട്ട് അത് ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആൾ എന്റെ അടുത്ത് പറയും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുർബാനയ്ക്ക് പോകണമെങ്കിൽ കുർബാനയ്ക്ക് പൊക്കോ. ആ കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? ഈ ഒരു വൈദികൻ ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ. ആ കുർബാന സമയത്ത് മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ. കുർബാന കഴിഞ്ഞ പിന്നെ അവനെ നമ്മൾ ഒരിക്കലും വൈദികനായിട്ട് കാണരുത്. വെറും പച്ചയായ ഒരു മനുഷ്യൻ. അങ്ങനെ എന്തെല്ലാം എന്നറിയോ സുനിലേട്ട. അപ്പൊ ഞാൻ പലവട്ടം ഞാൻ വിചാരിക്കും സുനിലേട്ടനെ വിളിക്കണം. കാരണം വേറൊന്നും കൊണ്ടൊന്നുമില്ല, ഒരുപാട് അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറെ പേരുണ്ട്. ആ വിശ്വാസം എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ വിശ്വസിക്കുന്നത്? അപ്പം ഇപ്പം ഒരുപാട് പേര് ദൈവത്തിലുള്ള വിശ്വാസം മാറിയിട്ട് വിശുദ്ധരിലുള്ള വിശ്വാസം കൊടുത്തോണ്ടിരിക്കുക.
മനസ്സിലായ സുനിലേട്ടാ? അതായത് ഇപ്പൊ ഈ കുറുവാസൻ ജോസഫ് തന്നെ കണ്ടില്ലേ, ഇവൻ ഇങ്ങനെ ഒരു കുഞ്ഞമ്മയെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വിശ്വാസം മുഴുവൻ അവന്റെ കുഞ്ഞമ്മയിലേക്കും അവരുടെ ഉടമ്പടിയിലേക്കും മാറ്റിക്കൊണ്ടു പോവുമല്ലേ. അതെ അതെ, അതാണ് ഞാനും ചോദിക്കുന്നത്. ഞാൻ അപ്പൊ ഈ പറയുന്ന ജോസഫ് അച്ഛന്റെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ആ മാതാവിന്റെ അടുത്ത് പറഞ്ഞാല് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ സുഖപ്പെടുത്തിക്കൂടെ സൂര്യലേട്ടാ? ഇയാൾ ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇവര് മാത്രമല്ല, എത്രയോ ഈ ധ്യാനയന്ത്രത്തിൽ ഈ പറയുന്ന പോലെയുള്ള ഈ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ ക്യാമറയുടെ മുമ്പിൽ മാത്രമേ ഇവര് കിടന്ന് ചാടി സുഖപ്പെടുത്തി അല്ലെങ്കിൽ അങ്ങനെയായി ഇങ്ങനെ ചാട് മറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവരെന്തുകൊണ്ട് ഇങ്ങനെയുള്ള പാവപ്പെട്ടവരുടെ അടുത്തോട്ട് പോകുന്നില്ല? അപ്പൊ ഇത് തന്നെ ചിന്തിച്ചൂടെ? ഈ പറയുന്ന അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ തന്നെ ചിന്തിച്ചൂടെ സുനിലേട്ടാ, ഇതൊക്കെ വെറും തട്ടിപ്പും വെട്ടിപ്പോണെന്ന്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നില്ല? ഈ സ്റ്റേജിൽ വരുമ്പോൾ മാത്രമുള്ള ഈ സുഖപ്പെടല്, അല്ലെങ്കിൽ ഈ അച്ഛന്റെ മുമ്പിൽ മാത്രമുള്ള മാധവ് പ്രത്യക്ഷപ്പെട്ടത്, പിന്നെന്തേ മാധവ് വേറെ ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തത്? അപ്പൊ ഇതൊക്കെ വെറും തട്ടിപ്പാണ്. എന്താണെന്നറിയാമോ? പൈസ. മനസ്സിലായോ? ഇനി ഈ ജോസഫ് അച്ഛന് ഈ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും സ്വഭാവമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങനെ ഇറങ്ങി നമ്മൾ ചെല്ലണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് വേറെയും കൂടെ അറിയാൻ പറ്റും. അപ്പൊ ഞാൻ എന്റെ ഒരു ഇതിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, ഇതൊക്കെ വെറും തട്ടിപ്പാണ്. മനസ്സിലായ? ഒന്ന് ഓർത്ത് നോക്കി സുനിലേട്ടാ, ഏത് യേശു പഴയ നിയമത്തിൽ നമ്മൾ പറയുന്നുണ്ടോ ഈ അബ്രാഹമായിട്ടും അല്ലെങ്കിൽ ഈ ഇസഹാക്കായിട്ടൊക്കെ ഓരോ ഉടമ്പടി നടത്തുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, എനിക്ക് ഇത്ര ലക്ഷം രൂപ നീ തരണം, എന്നിട്ട് ഒരു ഉടമ്പടി നടത്തി, ഞാൻ നിനക്ക് അതേപോലെ നടത്തി തരാന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എവിടെയാണ് ഈ സുനിലേട്ടാ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ പറയുന്ന പോലെയുള്ള ഉടമ്പടി പൈസ എടുക്കുക, പിന്നെ ഈ പറയുന്ന പോലെയുള്ള പത്രം മേടിച്ച് പാവപ്പെട്ടവരായ ആൾക്കാർ എങ്ങനെയോ കഷ്ടപ്പെട്ട് അവരുടെ ഒരു നേരത്തെ ആഹാരം പോലും മേടിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ ഈ കൃപാസനത്തിലെ പത്രം മേടിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക. എന്തിനാണെന്നറിയാമോ? ആ കൃപ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാ അവര് ചിന്തിക്ക്, ഈ മേടിക്കുന്ന പത്രം ഉണ്ടെങ്കിൽ ഈ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കുക. അപ്പൊ അവരുടെ വിശ്വാസമാണ്, ആ വിശ്വാസമാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന അന്ധമായിട്ടുള്ള വിശ്വാസമാണ്. ഞാനൊരു കാര്യം ചെയ്യട്ടെ സുനിലേട്ടാ, ഈ ദൈവത്തിന് കണ്ണില്ല മൂക്കില്ല നമ്മളിങ്ങനെ പറയുന്നുണ്ട്. ഈ പുള്ളിക്കാരനെ എല്ലാം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നതും പറയുന്നതൊക്കെ പുള്ളിക്കാരൻ കേട്ടിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു വിശ്വാസം നിലനിൽക്കുന്നത്. അപ്പൊ ഈ പറയുന്ന മാതാവ് പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ യേശു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ പള്ളികളിൽ മാത്രമേ ഉള്ളൂ? അപ്പൊ ബാക്കിയുള്ള പള്ളികളും കുർബാനയും ഒന്നും അല്ലെന്നാണ് അപ്പൊ ഈ വിശ്വാസികൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ബാക്കിയുള്ള അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള പള്ളികളൊന്നും അടച്ചു പൂട്ടുന്നില്ല? അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയ സുനിലേട്ടൻ പല വീഡിയോകളിലും ഇങ്ങനെ പറയുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് ഈ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അതൊരു ബോധം വരുന്നില്ല? ഈ പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നതാണ് ദിവ്യബലി, അല്ലെ? ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ ദൈവം മനുഷ്യപുത്രനായിട്ട് നമ്മുടെ ഈ ഭൂമിയിൽ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ പീഡകൾ സഹിച്ചതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ സഹിച്ച പീഡകളുടെ ഒരു ബലിയാണ് നമ്മൾ പോയി കാണുന്ന ഈ ദിവ്യബലി എന്ന് പറയുന്നത്. ആ ദിവ്യബലിയിൽ പഠിപ്പിക്കുന്നതല്ലേ, കത്തോലിക്ക പാദ്രിമാര് പഠിപ്പിക്കുന്നതല്ലേ? ഇതിനൊരു ചവിട്ടുനാട് എന്നതിലുപരി ഒരു പ്രസക്തിയും നമ്മൾ കൽപ്പിക്കുന്നില്ല. ഞാൻ ഈ പറയുന്ന അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പിന്നെ ഇവര് എന്താണ് ഈ പറയുന്ന പോലെയുള്ള വിശ്വാസം എന്ന് പറയുന്നത്? ഇവര് പറയുന്നുണ്ട് മാധവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, കുറെ എണ്ണം അങ്ങോട്ട് ഓടും. ഇവിടെ യേശു ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, കുറെ എണ്ണം ഇങ്ങോട്ട് ഓടും. അപ്പൊ ഇവര് പറയുന്ന കർത്താവും അല്ലെങ്കിൽ ഈ മാതാവുമായിട്ടൊക്കെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ദൈവങ്ങൾക്ക് ശരിക്കും ഞാൻ പറയുന്നത് ചെവിക്ക് അല്ലെങ്കിൽ കണ്ണിനൊന്നും കാഴ്ചയില്ല, ചെവിക്ക് കേൾവി ശക്തി ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? കാരണം അവിടെ മാത്രമേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. അപ്പൊ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ മാതാവും യേശുവും കേൾക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇത്രേ ഉള്ളൂ സുനിലേട്ടാ പറയാനായിട്ട്. ഈ പറയുന്ന പോലെ എന്തുണ്ടായിക്കോട്ടെ, ഈ പറയുന്ന കൃപാസനത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് 100% ഞാൻ മനസ്സുകൊണ്ട് പറയുകയാണ്, ഇത് വെറും തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇനി അഥവാ വേറെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് തെളിവ് തരാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.